ഇന്ന് നമ്മൾ 9ാം ക്ലാസ് SCERT സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്ററായ തീരങ്ങളിലൂടെ ആണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ ഒരു കുറിപ്പ് തന്നിരിക്കുകയാണ്. രാത്രി മുഴുവൻ പുറം കടലിൽ നങ്കൂരമിട്ട് കിടന്നതിന് ശേഷം അടുത്ത ദിവസം കപ്പിത്താൻ വീണ്ടും കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചു. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ മേഘങ്ങളാൽ പൊതിഞ്ഞിരുന്നു. കനത്ത മഴയും ഉണ്ടായിരുന്നു. അതിനാൽ നാവികർക്ക് പ്രദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പിറ്റേ ദിവസം മെയ് 20-ന് ഫോർമോസ കുന്നുകൾ കടന്നപ്പോൾ മുതൽക്കേ വാസ്കോഡഗാമ കോഴിക്കോട് നഗരത്തിന് പിന്നിലായി ഒരു മതിലുപോലെ ഉയർന്നു കാണപ്പെട്ടിരുന്ന പർവ്വതങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഗാമയുടെ ആ ചെറുകൂട്ടം പായ്ക്കപ്പലുകൾ കാപ്പാട് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ തീരത്തു നിന്നും ഏകദേശം 5 മൈലുകൾ മാറി നങ്കൂരമിട്ടു. ഗാമയും കൂട്ടരും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 7 മൈലുകൾ വടക്ക് മാറിയാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. താമസിയാതെ ഗാമ ആ നഗരത്തിന് തൊട്ടു മുന്നിലായി നങ്കൂരമിട്ട് നിലയുറപ്പിച്ചു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മെയ് 27-ന് സാമൂതിരിയുടെ നാവികൻ അദ്ദേഹത്തെ പന്തലായനിയിലേക്ക് നയിച്ചു. അങ്ങനെ ഏകദേശം 13 മൈൽ വടക്ക് മാറി ഗാമ പന്തലായനിയിൽ നങ്കൂരം ഉറപ്പിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 23 വരെ 88 ദിവസങ്ങളോളം അവരവിടെ തങ്ങി. ഓഗസ്റ്റ് 23-ന് ഗാമയും കൂട്ടരും ഒരിക്കൽ കൂടി തങ്ങളുടെ സ്ഥാനം മാറ്റി കോഴിക്കോട് തുറമുഖത്ത് നിന്നും ഏകദേശം 12 മൈൽ മാറി കാറ്റിന്റെ ശല്യമില്ലാത്ത മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിച്ചു. ആ സമയം മുതൽ ഒടുവിൽ തിരികെ പോകുന്ന ദിവസമായ ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഉച്ചവരെ വാസ്കോഡഗാമ കോഴിക്കോട് നഗരത്തിലൂടെ ചുറ്റി നടന്ന കാഴ്ചകൾ കണ്ടും അന്തരീക്ഷ സ്ഥിതിക്കനുസരിച്ച് പുറം കടലിൽ നങ്കൂരമിട്ട് കിടന്നു തീരത്തടുത്തും സാമൂതിരിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇടയ്ക്കിടയ്ക്ക് സാമൂതിരിയെ സന്ദർശിച്ചു സമയം ചെലവഴിച്ചു. ഓഗസ്റ്റ് 30-ന് ഉച്ചയ്ക്ക് ശേഷം തീരത്തിന് സമാന്തരമായി കടൽക്കാറ്റുകളെ ആശ്രയിച്ച് യാത്ര തുടങ്ങിയ ഗാമയുടെ പായ്ക്കപ്പലുകളെ ശക്തിയായി ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റ് പുറം കടലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോ സമുദ്ര സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലിയൂട്ട് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു മലയാള പരിഭാഷയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വാസ്കോഡഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെ മലബാർ തീരം പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഈ തീരദേശങ്ങളുടെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോൾ ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ തീരസമതലം ഏറെ നിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ മേഖല ജനനിബിഡമാകുന്നത്. അവ ഏതെല്ലാമാണ്? സമതല ഭൂപ്രകൃതി, അല്ലെ? സമതല ഭൂപ്രകൃതി. അപ്പോൾ കൃഷി, പാർപ്പിടം, വ്യവസായം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നിരപ്പായ ഭൂമിയാണ് സമതല ഭൂപ്രകൃതി. അതുപോലെ തന്നെ അനുയോജ്യമായ കാലാവസ്ഥ, തീവ്രമായ കാലാവസ്ഥ വ്യതിയാനമില്ലാതെ മിതമായ കാലാവസ്ഥ സാധാരണയായി ഇവിടെ അനുഭവപ്പെടുന്നു. അതും മനുഷ്യർക്ക് കൂട്ടം കൂടി ജീവിക്കാനൊരു കാരണമാണ്. പിന്നെന്താണ്? ജലലഭ്യത. നദികൾ, കായലുകൾ, കടൽ എന്നിവ ജലസേചനത്തിനും ഗതാഗതത്തിനും കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും എല്ലാം ജലലഭ്യത, അല്ലെ? ജലം ലഭിക്കുന്നു, ജലം ലഭ്യമാക്കുന്നു നദികളും കായലുകളും ഒക്കെ. അപ്പോൾ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലം, അല്ലെ? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലമുണ്ട്. പിന്നെ എന്താണ്? നമുക്ക് കിഴക്കൻ തീരസമതലമുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ, അല്ലെ? കേരളവും എല്ലാം. നമ്മുടെ തമിഴ്നാട് സൈഡ്, അപ്പുറത്തെ സൈഡിലാണെങ്കിലോ അതാണ് കിഴക്കൻ തീരസമതലം.
അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം എന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള, അതായത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ തീരപ്രദേശമാണ്. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്, ഇടുങ്ങിയ തീരപ്രദേശമാണ്. ഇതിനെ പ്രധാനമായിട്ടും ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ നമുക്ക് വിഭജിക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ ഇന്ത്യൻ തീരസമതലങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ പ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്, അഥവാ സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും? തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് പോലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ. അതേസമയം അവതലനം, സബ്സീഡിയൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ, കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു താഴ്ത്തപ്പെട്ട തീരമാണ് നമ്മുടെ തീരം, സബ്മർജ്ഡ് കോസ്റ്റ് ആണ്, അല്ലെ? അപ്പൊ എന്തായിരുന്നു അതിന്റെ കാരണം? എന്താണ്? അവതലനം, ഒരു ഭൗമപ്രവർത്തനമാണ്, അല്ലെ? അപ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ അല്ലെങ്കിൽ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് നോക്കാം. തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകളാണ് ഇവിടുത്തെ ഒരു സവിശേഷത. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നപ്പോ നമുക്ക് 3 ഭാഗങ്ങളായി ഇവിടെ തരംതിരിക്കാൻ സാധിക്കും നമ്മുടെ പടിഞ്ഞാറൻ തീരത്തെ. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിവയാണവ. അപ്പോൾ ഗുജറാത്ത് തീരസമതലം എന്താണെന്ന് നമുക്ക് നോക്കാം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ അല്ലെങ്കിൽ ക്രീക്സ്, കുന്നുകൾ തുടങ്ങിയവയൊക്കെ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് അല്ലെങ്കിൽ ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്ന് അറിയപ്പെടുന്ന അലാങ് കടൽ തീരം, കേട്ടോ, അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം തന്നെ ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. അപ്പോൾ റാൻ ഓഫ് കച്ച്, ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ്, ഉപ്പ് ചതുപ്പ് നിലമാണ് എന്ത്? റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. നമ്മുടെ റാൻ ഓഫ് കച്ചിലെ പ്രധാന ആഘോഷമാണ്. അപ്പൊ അടുത്തതായി നമുക്ക് കൊങ്കൺ തീരമാണ്. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്, റോക്കി കോസ്റ്റ് ആണ്.
അപ്പോൾ ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഈ കൊങ്കൺ തീരത്ത് കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീര സമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൊങ്കൺ തീര സമതലത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്? കൊങ്കൺ തീര സമതലത്തിൽ ധാരാളം മഴ ലഭിക്കുന്ന ആർദ്രതയേറിയ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്, അല്ല? ഇപ്പൊ നമ്മൾ വായിച്ചതാ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആർദ്ര കാലാവസ്ഥ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി ഉയർന്ന് സാന്ദ്രീകരിക്കാനും കനത്ത മഴ ലഭിക്കാനും ഒരു കാരണം കൂടെയാണ്. അപ്പൊ അതുകൊണ്ടും കൂടാണ് ഉയർന്ന മഴ അവിടെ ലഭിക്കുന്നത്. നവശേവ, അതായത് നവി മുംബൈ, മൊർമഗോവ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണ ശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം തന്നെ കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകളെ കുറിച്ച് ആണ് കേട്ടോ. ഹെക്സാഗോണൽ റോക്സ് അല്ലെങ്കിൽ ഷഡ്ഭുജ ശിലകൾ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ്. ദ്വീപ് നിറയെ ഷഡ്ഭുജം അല്ലെങ്കിൽ ഹെക്സാഗൺ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്ത് രൂപപ്പെട്ടവയാണ് ഈ സ്ട്രക്ചറുകൾ. അപ്പോൾ കോളംനാർ ജോയിന്റ്സ് എന്ന ജിയോളജീയ ശിലാമാതൃകയാണിത് കേട്ടോ. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഓക്കെ, അപ്പോ മലബാർ തീരം എന്താണ് നോക്കാം നമുക്ക്. കൊങ്കൺ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ നമുക്കൊന്ന് പറയായിരുന്നു. കൊങ്കൺ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? നവശേവയുണ്ട്, നവി മുംബൈ, പിന്നെ മർമഗോവ, മാൽപേ, ഇപ്പൊ നമ്മൾ വായിച്ചത് തന്നെ. ഓക്കെ, അപ്പോ മലബാർ തീരം മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. ക്ലിഫ്, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയപാതകളിൽ ഒന്നാണിത്. ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ് കൊല്ലം കോട്ടപ്പുറം. അപ്പൊ വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. മലബാർ തീരത്തെ പ്രധാന ബീച്ചുകൾ കാപ്പാട് ബീച്ച്, മുഴുപ്പിലങ്ങാട് ബീച്ച്, പിന്നെ ബേക്കൽ ഫോർട്ട് ബീച്ച്, അത് കാസർഗോഡാണ് കേട്ടോ. മാരാരി ബീച്ച്, അത് ആലപ്പുഴയാണ്. കോഴിക്കോട് ബീച്ച്, പയ്യമ്പലം ബീച്ച്, അത് കണ്ണൂരിലാണ്. പിന്നെ പയ്യോളി ബീച്ച്, അത് വടകരയിലാണ് കേട്ടോ. പിന്നെ പടിഞ്ഞാറേക്കര ബീച്ച്, അതെല്ലാം തന്നെ നമ്മുടെ ഈ മലബാർ തീരത്തിലെ പ്രധാന ബീച്ചുകളാണ്. അപ്പോൾ പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാട്, കുട്ടനാട്, കോൾനിലങ്ങൾ അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറൻ സമതലത്തിന്റെ സ്ഥാനം, വ്യാപ്തി, ഉപവിഭാഗങ്ങൾ, ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്നിവയെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ. അപ്പോൾ ഇനി
കിഴക്കൻ തീര സമതലത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കിഴക്കൻ തീര സമതലം പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ്. ഇത് ഒരു ഉയർത്തപ്പെട്ട ഇമർജ്ഡ് കോസ്റ്റ് തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. അപ്പോൾ ഡെൽറ്റകളുടെ രൂപീകരണത്തെ കുറിച്ച് നമ്മൾ മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് വടക്കൻ സർക്കാർ തീരം? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്ന് അറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നും അറിയപ്പെടുന്നു. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിലൊന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപ്പട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപ്പട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. അപ്പോൾ ഈ കിഴക്കൻ തീരങ്ങളിൽ തുറമുഖങ്ങൾ കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം അത്? കിഴക്കൻ തീരങ്ങളിൽ തുറമുഖം കുറവാണ്. കാരണം എന്താണ്? പടിഞ്ഞാറൻ തീരങ്ങളെ അപേക്ഷിച്ച് കിഴക്കൻ തീരങ്ങളിൽ ആഴം കുറവാണ്. കാരണം എന്താ? ഡെൽറ്റ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, മണൽ നിറഞ്ഞ കടൽ തീരങ്ങളാണ് കൂടുതൽ. അപ്പോൾ വലിയ കപ്പലുകൾക്ക് അടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ പിന്നെന്താണ്? എക്കൽ നിക്ഷേപം. കിഴക്കൻ തീരങ്ങളിലൂടെ ഒഴുകുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ കടലിൽ ചേരുന്ന ഭാഗങ്ങളിൽ വലിയ തോതിൽ എക്കൽ മണ്ണ് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇത് തുറമുഖം നിർമ്മിക്കുന്നതിനൊരു തടസ്സമാണ്. ഈ ഒരു ഭാഗം ചുഴലിക്കാറ്റുകളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതായത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളും വേറെ പ്രകൃതി ദുരന്തങ്ങളും കിഴക്കൻ തീരങ്ങളെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മളെ അപേക്ഷിച്ച് നമുക്ക് അങ്ങനെ അത്രയില്ല അല്ലേ. അപ്പോൾ ഇത് തുറമുഖത്തിന്റെ സുരക്ഷയെയും പ്രവർത്തനത്തെയും എല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. പിന്നെ തീരപ്രദേശത്തിന്റെ ഒരു സ്വഭാവം കൂടെ ഉണ്ട്. കാരണം കിഴക്കൻ തീരങ്ങളിൽ വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും വ്യാപ്തി താരതമ്യേന കുറവാണ്. അപ്പോൾ ഇത് തുറമുഖ പ്രവർത്തനങ്ങൾക്ക് ചില പരിമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് കൊറോമാൻഡൽ തീരമാണ് കേട്ടോ. കൊറോമാൻഡൽ തീരം. അപ്പൊ കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്, കൊറോമാൻഡൽ തീരം. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കൊറോമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കൊറോമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവയൊക്കെ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബർ നാഗപട്ടണം, കടലൂർ എന്നിവയൊക്കെയാണ്. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. അപ്പോൾ ദ്വീപുകളാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറു ദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ലക്ഷദ്വീപ് നമ്മുടെ അറബിക്കടലിൽ, പിന്നെന്താണ് ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ.
അപ്പോൾ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലക്ഷദ്വീപ് കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. എന്താണ് ഈ ലഗൂണ്? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മത്സ്യബന്ധനമാണ് ഇവിടെ പ്രധാന തൊഴിൽ. ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. ട്യൂണയാണ് കേട്ടോ, ട്യൂണ, ചൂര മത്സ്യം. അപ്പോൾ തെങ്ങാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ. ലഗൂണ്, ബീച്ച്, പവിഴപ്പുറ്റ് എന്നിവയൊക്കെ പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാര മേഖല ഇവിടുത്തെ ഒരു തൊഴിൽ മേഖലയാണ്, ആധുനിക തൊഴിൽ മേഖലയാണ്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതകളാണ്. അപ്പോൾ പവിഴദ്വീപുകൾ, കോറൽ പോളിപ്പുകൾ. പവിഴദ്വീപുകൾ എന്താണ്? കോറൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്നതാണ് ഈ പവിഴപ്പുറ്റുകൾ. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റ് രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റ് രൂപപ്പെടുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റ് വളർന്നാണ് പവിഴ ദ്വീപുകൾ, കോറൽ ഐലൻഡ്സ് ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റ്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് ഈ പവിഴദ്വീപുകൾ പൊതുവെ കാണപ്പെടുന്നത്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നമുക്ക് നോക്കാം. ഇത് അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനൽ, 10 ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്രജന വിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ സവിശേഷതകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായി വളരുന്നു. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളും എല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇനി നമുക്ക് തീരഭൂരൂപങ്ങളെ കുറിച്ച് പഠിക്കാം. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ രൂപീകരണ സഹായികളാണിവ നിർമ്മിക്കുന്നത്. എന്തൊക്കെയാണ്? കാറ്റ്, ഹിമാനി, നദികൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വിവിധ രൂപീകരണ സഹായികൾ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരപ്രദേശങ്ങളിൽ തിരമാലകളാണ് പ്രധാന രൂപീകരണ സഹായികൾ. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ്? സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വർക്കലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇത് ക്ലിഫുകൾ എന്നാണ് അറിയപ്പെടുന്നത്.
സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയിലൂടെ അതിന്റെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം എന്നറിയപ്പെടുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. സമുദ്ര കമാനങ്ങളുടെയും സമുദ്ര സ്തംഭങ്ങളുടെയും സവിശേഷതകൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുണ്ട്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണല്, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ അല്ലെങ്കിൽ സ്പിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥ മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിലേ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റ് തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. അപ്പോൾ പകലാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് വിപരീതമായി രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാണാം. കാരണം എന്താണ്? ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ന്യൂനമർദ്ദവുമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. അപ്പോൾ ഇതാണ് കരക്കാറ്റ്. ഇത് രാത്രി സമയത്താണ് കരക്കാറ്റ്. ഇനി മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നുണ്ട്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉയർന്ന തോതിലാണ് മഴ നൽകുന്നത്. കിഴക്കൻ തീരങ്ങളിൽ കൊറോമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ നാം തുലാവർഷം എന്ന് വിളിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മണ്ണാണ് നോക്കാനുള്ളത്. മണ്ണ് കേട്ടോ. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണല് നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറവുമുള്ള ലാട്രൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. നദികൾ കൊണ്ട് നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണുകൾ. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഓരോ തീരങ്ങളിലും ഉള്ള മണ്ണിനങ്ങൾ ഏതാണെന്നും കൂടെ നോക്കാം. ഗുജറാത്ത് തീരപ്രദേശം കറുത്ത മണ്ണ്,
തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവയൊക്കെയാണ് അവിടെ കാണുന്നത്. കൊങ്കൺ തീരപ്രദേശത്തോ കറുത്ത മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്. മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ്. കിഴക്കൻ തീരപ്രദേശത്താകട്ടെ തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണുമാണ് കാണുന്നത്. ലക്ഷദ്വീപോ പവിഴ മണൽ മണ്ണ്. ലക്ഷദ്വീപിൽ മാത്രമാണത് അല്ലെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സമുദ്രജന്യ മണൽ മണ്ണ്, എക്കൽ മണ്ണാണ് അവിടെ കാണുന്നത്. അപ്പോ സസ്യജാലങ്ങൾ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതുകൊണ്ട് സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീരദേശ സസ്യങ്ങൾ നമുക്ക് വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും തരംതിരിക്കാം. വരണ്ട തീരദേശ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങൾ, തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങൾ, പായലുകളൊക്കെ. അതേപോലെ ആർദ്ര തീരദേശ സസ്യങ്ങളിൽ കാണുന്നതാണ് കണ്ടൽ കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിവയൊക്കെ. അപ്പോൾ തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായി കൃഷിഭൂമികളാക്കി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതൽ തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ കണ്ടൽക്കാടുകൾ എന്താണ്? കണ്ടൽക്കാടുകൾ തീരത്തിന്റെ ശ്വാസകോശമൊക്കെ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടികളാണ് അതല്ലേ. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. കണ്ടലുകൾ വിവിധയിനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളുമാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു കേട്ടോ. ജൂലൈ 26. ഇപ്പോൾ ധാതു നിക്ഷേപം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം അലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. എന്തൊക്കെയാണവ? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയൊക്കെയാണ് പ്രധാന ധാതുക്കൾ. പിന്നെന്താണ്? ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെ തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു മൂന്നും ഏതൊക്കെയാണ്? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്ത് ഉണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതയുള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് കുന്നുകളും വനപ്രദേശങ്ങളും കൂടുതലായതുകൊണ്ട് കാർഷിക ആവശ്യങ്ങൾക്കും താമസത്തിനും അനുയോജ്യമായ ഭൂമി അവിടെ കുറവാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതിയുണ്ട് അവിടെ. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമാണെങ്കിലും വൻതോതിലുള്ള വ്യവസായത്തിനും തൊഴിലവസരത്തിനും സാധ്യത ഇവിടെ കുറവാണ്.
പിന്നെന്താണ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട് അല്ലെ. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് ഭൂപ്രദേശത്തിനെ അപേക്ഷിച്ച് ഇവിടെ പരിമിതമാണ്. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ, സുനാമി, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ ഫ്രീക്വന്റ് ആയിട്ട് അവിടെ നേരിടേണ്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ജനവാസത്തിന് തന്നെ അവിടെ ഒരു വെല്ലുവിളിയുള്ള പ്രദേശമാണിത്. പിന്നെന്താണ്, പ്രധാന ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ദൂരം അല്ലെ. അത് കാരണം യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും ഒക്കെ ധാരാളം സമയം പിന്നെ ചെലവും വരുന്നുണ്ട്. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജനസാന്ദ്രത കുറയാൻ കാരണമാണ്. അപ്പോൾ തീരദേശങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ: മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങി നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശവും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമല്ല തീരദേശ ജനജീവിത പ്രതിസന്ധികൾ നിറഞ്ഞതാക്കുന്നു. പ്രകൃതിയുടെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് തീരദേശ ജനത നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും തീരദേശ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും അതിന്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിനും ഉതകും വിധമുള്ള വിഭവ ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധ്യമാകുന്നത്.